നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. അമേരിക്കയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം സമ്മാനിക്കപ്പെടുന്നവരിൽ ലയണൽ മെസ്സിയുമുണ്ട് എന്ന് വൈറ്റ് ഹൗസ് കഴിഞ്ഞ ദിവസം അനൗൺസ് ചെയ്തിരുന്നല്ലോ. എന്നാൽ ലിയോ മെസ്സി ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റാത്തതിൽ ഖേദം അറിയിച്ചുകൊണ്ട് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ്. മാർക്ക അദ്ദേഹത്തിൻ്റെ ആ ഒരു ലെറ്റർ, വൈറ്റ് ഹൗസിലേക്കുള്ള ലെറ്റർ പ്രസിദ്ധീകരിക്കുന്നു. അതിൽ ലിയോ മെസ്സി അറിയിക്കുന്നത്, തീർച്ചയായിട്ടും ഈ ഒരു റെക്കഗ്നിഷൻ ലഭിക്കുക എന്നുള്ളത് വലിയൊരു ആദരമായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ വളരെയധികം ഗ്രേറ്റ്ഫുള്ളാണ്. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് നേരത്തെയുള്ള കമ്മിറ്റ്മെൻറ്റുകളുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ സെറിമണി അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല. ഈ പറഞ്ഞ ദിവസം അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഞാൻ ഇതിനെ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് ആദരം പ്രഖ്യാപിച്ചതിൽ ഞാൻ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു കാര്യം കൂടി അതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. മറ്റേതൊരു ദിവസവും അദ്ദേഹം USA മടങ്ങിയെത്തിയിട്ട് ഏത് ദിവസവും ഈ അവാർഡ് സ്വീകരിക്കാൻ റെഡിയാണ് എന്ന കാര്യം കൂടി അദ്ദേഹം അറിയിക്കുന്നുണ്ട്. ഏതായാലും ലയണൽ മെസ്സിക്ക് അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ പരിഗണിച്ചുകൊണ്ട് മോസ്റ്റ് ഡെക്കറേറ്റഡ് പ്ലെയർ ആണ് എന്നുള്ളത് വൈറ്റ് ഹൗസ് പ്രത്യേകം മെൻഷൻ ചെയ്യുന്നുണ്ട്. കൂടാതെ അദ്ദേഹത്തിൻ്റെ കുട്ടികൾക്കായുള്ള എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലും മറ്റുമൊക്കെയുള്ള സംഭാവനകളും, പിന്നെ ഗുഡ് വിൽ അംബാസഡർ എന്നുള്ള കാര്യമൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം ഇപ്പം വൈറ്റ് ഹൗസ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. വരും നാളുകളിൽ തന്നെ അത് അദ്ദേഹം സ്വീകരിക്കും എന്ന് പ്രതീക്ഷിക്കാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.